ഫെബ്രുവരി 14-ാം തീയതി ഫെബ്രുവരി 14-ാം തീയതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? വാലന്റൈൻസ് ഡേ ആണ്. വാലന്റൈൻസ് ഡേ, സുബ്ഹാനല്ലാഹ്, പ്രേമികളുടെ ദിനം വരാൻ പോവാണ്. ഒരാഴ്ചയുള്ളൂ. ഇപ്പുറത്ത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നമുക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, റമളാനിനെ നീ എത്തിച്ചു തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുമ്പോ ആ ദുആക്ക് ആമീൻ പറയാണ്. അതോടൊപ്പം ഫെബ്രുവരി 14-ാം തീയതി ആകുമ്പോ ഇവന്റെ സ്റ്റാറ്റസിൽ ഹാപ്പി വാലന്റൈൻസ് ഡേ, ഇവന്റെ ഫേസ്ബുക്കിന്റെ പോസ്റ്റിൽ ഹാപ്പി വാലന്റൈൻസ് ഡേ. ചോദിക്കട്ടെ, നീ പിന്നെന്തിനടാ വബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്തത്? നീ എന്തിനാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും എനിക്ക് ബർക്കത്ത് തരണേ എന്ന് ദുആ ചെയ്തത്? ചോദിക്കട്ടെ പെങ്ങളെ, വാട്സാപ്പിന്റെ പ്രൊഫൈൽ പിക്ചറിൽ ഹാപ്പി വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14-ന്റെ തലേന്ന് വീണു പോയല്ലോ. നിനക്കെന്ത് റജബ്, നിനക്കെന്ത് ശഅബാൻ, നിനക്ക് റമളാൻ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ റജബിൽ എന്ത് ബറക്കത്ത്, ശഅബാനിൽ എന്ത് ബറക്കത്ത്? അങ്ങനെ ഫെബ്രുവരി 14-ാം തീയതി വരുമ്പോ ഞാൻ എന്റെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സർവ്വ യുവാക്കളോടും എന്റെ വാദ കേൾക്കുന്ന സർവ്വ യുവതികളോടും ഞാൻ പറയാണ്, നമ്മുടെ ഫേസ്ബുക്കിന്റെ അക്കൗണ്ടിലോ നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റേറ്റസിലോ പ്രൊഫൈൽ പിക്ചറിലോ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്ന പോസ്റ്റുകളെ കൂട്ടത്തില് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നോ മറ്റുള്ള ഒരു ആശംസയും കണ്ടുകൂടാ. സുഹൃത്തുക്കളെ, ഇരിക്കട്ടെ.